നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അച്ചായനും അച്ചായൻ്റെ വിവാഹത്തെക്കുറിച്ചും. ഇപ്പോൾ അച്ചായനെക്കുറിച്ച് ഒരു വിവാദം തന്നെ വന്നിരിക്കുന്നു. നമ്മുടെ ജിനു ആണ് വിവാദം പറഞ്ഞിരിക്കുന്നത്. അമ്മയും മോനും സ്നേഹം കാണിച്ച സ്ത്രീകളെ ട്രാപ്പിലാക്കുകയാണെന്ന് അച്ചായനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി വന്നിട്ടുണ്ട്. യൂട്യൂബർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ നിലയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ തൊപ്പിയുടെ സുഹൃത്താണ് അച്ചായൻ. തൊപ്പി എവിടെയുണ്ടോ അവിടെയെല്ലാം അച്ചായൻ കാണും. അച്ചായൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ആതിര റോയ് എന്ന 25കാരിയെ വിവാഹം ചെയ്തത്. ഇപ്പോഴിതാ അച്ചായന് എതിരെയായി സുഹൃത്തായ ജിനു തോമസ് ആണ് വിവാദവുമായി വന്നിരിക്കുന്നത്. അച്ചായനും അമ്മയും സ്നേഹം നടിച്ച് സ്ത്രീകളെ ട്രാപ്പിലാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെൻറ്റ് നൽകിയ അഭിമുഖത്തിൽ ജിനു തോമസ് പറഞ്ഞു. ജിനു തോമസ് തൻ്റെ പണം പറ്റിച്ചതായും അടുത്തിടെ അച്ചായനും അമ്മയും ആരോപിച്ചതിന് പിന്നാലെ ജിനുവിൻ്റെ പ്രതികരണം. അച്ചായൻ്റെ ആരാധകരിൽ നിന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ജിനുവിന് നേരിടുന്നുണ്ട്. അച്ചായനുമായി ജിനുവിന് 5-6 മാസത്തെ പരിചയമേ ഉള്ളൂ. ആദ്യം ഫ്രണ്ട്സിനൊപ്പം ഒരു പാർട്ടിയിൽ വച്ചായിരുന്നു ജിനു അച്ചായനെ പരിചയപ്പെടുന്നത്. അച്ചായൻ ജിനുവിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ജിനുവിൻ്റെ ഫോൺ നമ്പർ വാങ്ങിയ ശേഷം ജിനുവിനെ വിളിച്ച് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുമായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും അയാൾ 82 വയസ്സുള്ള അമ്മയെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ജിനുവിനെ വിളിക്കുകയായിരുന്നു. പുതിയൊരു ജോലിക്ക് ശ്രമിക്കുകയായിരുന്ന വീണ്ടും ഒരു ദിവസം കോൺടാക്ട് ചെയ്ത് അമ്മയെ നോക്കാൻ ഒരാളെ അത്യാവശ്യമായി വേണമെന്ന് പറഞ്ഞു. അയാൾ മാത്രമല്ല, അയാളുടെ അമ്മയും ഫോണിൽ എന്നോട് സംസാരിച്ചു. ആ സ്ത്രീ അവരുടെ സങ്കടവും കഥകളും പറഞ്ഞു. എനിക്ക് അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ആ അമ്മയുടെ വിഷമം എന്ന രീതിയിൽ ഞാൻ കേട്ടു നിന്നു. മാത്രമല്ല, എന്നാൽ കഴിയുന്ന സഹായവും ചെയ്തു കൊടുത്തു എന്ന് ജിനു പറഞ്ഞു. സാലറിയുടെ വിവരങ്ങൾ കണ്ടിട്ട് സംസാരിക്കാമെന്നും അച്ചായൻ ജിനുവിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. ആ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഒരു അമ്മയുടെ വീടായതുകൊണ്ട് അച്ചായനും ഉള്ളതുകൊണ്ടും വളരെ സേഫ് ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. വീട്ടിലെ ഒരു അംഗത്തോടു പോലുള്ള സ്നേഹമായിരുന്നു അമ്മയും മകനും എന്നോട് ആദ്യം കാണിച്ചത്. പിന്നീട് പതിയെ എല്ലാം മാറി. നമ്മൾ അയാളുടെ ആരോ ആണെന്ന നിലയിലാണ് ഇടപെടുന്നതും ഭരിക്കുന്നതും. പേഴ്സണൽ കാര്യങ്ങളും ഇടപെട്ടു. സുഹൃത്തുക്കളും വീട്ടുകാരും വിളിക്കുന്നത് ഇഷ്ടമില്ലാതെ എൻ്റെ ഫോൺ ഒരു ദിവസം നിലത്തടിച്ച് പൊട്ടിച്ചു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. പിറ്റേ ദിവസം പുള്ളി വേറൊരു ഫോൺ വാങ്ങി തന്നു. മറ്റു ചില ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജിനു അങ്ങനെ പെരുമാറിയതെന്നും പറഞ്ഞു. അമ്മയും മോനും സ്നേഹം കാണിച്ച് ട്രാപ്പിലാക്കുകയാണ് ചെയ്തത്. ആദ്യം സ്നേഹം കാണിച്ച് അവരുടെ വീട്ടിൽ സേഫാണെന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാക്കും. അവരോട് കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും വിശ്വസിച്ചു പോകും. പിന്നീട് ഞങ്ങൾ മിങ്കിളായി. അതോടെ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനും തുടങ്ങി. നല്ല സൗഹൃദം പോലെയായിരുന്നു ഞാനും അച്ചായനും. ഇപ്പോൾ അച്ചായന് ഭാര്യയായി വന്ന പെൺകുട്ടിയും അടുത്തിരുത്തി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അവർക്കൊപ്പം ആയിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ മോൾ എന്ന രീതിയിലാണ് ആളുകൾ പരിചയപ്പെടുത്തിയിരുന്നത്. എവിടെ ആര് വന്നാലും, ബന്ധുക്കളായാലും ആര് വന്നാലും അവരോട് പറയും അച്ചായൻ്റെ അമ്മ ഇത് എൻ്റെ മോൾ, ജിനു എൻ്റെ മോളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താറുണ്ട്.